മരണം ഏതൊക്കെ വഴിയിലൂടെയാണ് നമ്മളെ തേടിയെത്തുക എന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരത്തിൽ അതിദാരുണമായ ഒരു മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്നും പുറത്തു വന്നത്. തിരുവനന്തപുരം കല്ലറ സ്വദേശിയായ ജോയിയുടെയും അഞ്ജനയുടെയും മകൾ ജ്യോതിലക്ഷ്മിയുടെ മരണവാർത്ത കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ മികവിന്റെ മുന്നിൽ ജ്യോതിലക്ഷ്മി എന്ന ഈ 15-കാരിയുടെ മരണം ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ഞെക്കാട് ഗവൺമെന്റ് HSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ജ്യോതിലക്ഷ്മി. ജ്യോതിലക്ഷ്മിക്ക് ഒരു സഹോദരനുമുണ്ട്. പിതാവ് ജോയി 1 വർഷത്തോളമായി പക്ഷാഘാതം വന്ന കിടപ്പിലാണ്. ശ്വാസതടസ്സവും കടുത്ത ചുമയും ശരീരം വിറയുന്ന അവസ്ഥയും ഉണ്ടായതിനെ തുടർന്നാണ് ജ്യോതിലക്ഷ്മിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ അവിടെ നിന്നും കുട്ടിക്ക് മതിയായ രീതിയിൽ ചികിത്സ ലഭിക്കാതെ വന്നതിനാലാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത് എന്നാണ് കുട്ടിയുടെ മാതാവ് പറയുന്നത്. മെഡിക്കൽ കോളേജിൽ വെച്ച് കുട്ടിക്ക് രോഗം ഗുരുതരാവസ്ഥയിലെത്തിയെങ്കിലും രോഗം എന്തെന്ന് തിരിച്ചറിയാൻ പോലും ഡോക്ടർമാർക്ക് സാധിച്ചിരുന്നില്ല. കൂടാതെ വേദന കൊണ്ട് പിടഞ്ഞ പെൺകുട്ടിയെ നിലത്താണ് കിടത്തിയത് എന്നും അമ്മ പറയുന്നു. ആശുപത്രിയിലെ തറയിൽ വേദന കൊണ്ട് പിടയുമ്പോഴും കിടക്കാൻ ഒരു ബെഡ് പോലും ആ പെൺകുട്ടിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. പിന്നീടാണ് അവിടെ നിന്നും പെൺകുട്ടിയെ ശ്രീചിത്രയിലേക്ക് മാറ്റുന്നത്. അവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ തലച്ചോറിൽ അണുബാധയുണ്ടെന്ന് കണ്ടെത്തുന്നത്. എന്നാൽ അപ്പോഴേക്കും രോഗം ഗുരുതരമാവുകയും കഴിഞ്ഞ ചൊവ്വാഴ്ച കുട്ടി മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. ഇവരുടെ വീടിന് സമീപത്ത് തന്നെയുള്ള തോട്ടിൽ ഒരു കാട്ടുപന്നി ചത്തുകിടന്നിരുന്നുവെന്നും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇതിനെ കണ്ടെത്തിയത് എന്നുമാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. കൂടാതെ ഈ സമയങ്ങളിലെല്ലാം ഈ വിവരമറിയാതെ തോട്ടിലെ വെള്ളത്തിലൂടെ നടന്നാണ് കുട്ടികൾ വീട്ടിലേക്ക് എത്തിയിരുന്നത് എന്നും പറയുന്നു. മരണപ്പെട്ട പെൺകുട്ടിയുടെ കാലിൽ ഒരു മുറിവുമുണ്ടായിരുന്നു. ഇതോടെയാണ് വെള്ളത്തിലൂടെ ഉണ്ടായ അണുബാധയാണ് രോഗകാരണമായത് എന്ന് ഡോക്ടർമാർ സംശയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.